ഇന്നാണെങ്കിൽ ഞായറാഴ്ച ആയതുകൊണ്ട് രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പോയിട്ട് വന്നപ്പോഴത്തേക്ക് അമ്മ ഗോതമ്പ് ദോശയും മുട്ടക്കുറുമയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മുട്ടക്കുറുമ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവരും ഗോതമ്പ് ദോശ കഴിച്ചു കേട്ടോ. ഇല്ലെങ്കിൽ ഗോതമ്പ് ദോശ ഇവിടെ കിടന്ന് അടിക്കാറാണ് പതിവ്. അപ്പോൾ എല്ലാ ഞായറാഴ്ചകളും ഞാൻ പില്ലോയും അതുപോലെ തന്നെ നമ്മുടെ ഹെൽമെറ്റ് ഒക്കെ എടുത്ത് വെല്ലുവിളിക്കാറുണ്ട് കേട്ടോ. ഏട്ടനാണെങ്കിൽ ഏട്ടൻ്റെ ബാഗ് കഴുകുന്ന തിരക്കിലാണ്. പിന്നെ ആണെങ്കിൽ ഇന്നലെ കുറച്ച് ചൂര വാങ്ങിയിട്ടുണ്ടായിരുന്നു. ബാക്കി എല്ലാം എടുത്ത് കറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ബാക്കി ഇരുന്നത് ഞാനെടുത്ത് വറക്കാൻ വേണ്ടി പുരട്ടി അങ്ങ് വെച്ചു കേട്ടോ. പിന്നെ മുരിങ്ങയൊക്കെ വെച്ചാൽ അടിപൊളി കറി അങ്ങ് വെക്കാന്ന് വിചാരിച്ചു. മുരിങ്ങയ്ക്കയും കുഞ്ഞുള്ളിയൊക്കെ പൊളിച്ചു കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഈ കുഞ്ഞുള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റി കുഞ്ഞുള്ളിയും പച്ചമുളകും അതുപോലെ തന്നെ വെളുത്തുള്ളി ഇട്ട് നന്നായിട്ട് ഉപ്പ് മഞ്ഞപ്പൊടി ഇട്ട് നന്നായിട്ട് വഴറ്റുക. പിന്നെ തക്കാളി ഇടണം കേട്ടോ. തക്കാളി എടുക്കുമ്പോൾ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം, തക്കാളിയുടെ തൊലി കളയാൻ മറക്കരുത് കേട്ടോ. ഞാനാണെങ്കിൽ ധൃതി പിടിച്ച് ചെയ്യുന്ന സമയത്ത് തൊലി കളയാറൊന്നുമില്ല, പക്ഷെ തൊലി കളഞ്ഞെടുക്കുന്നതാണ് നല്ലത്. മൂത്രത്തിൽ കല്ല് വരും കേട്ടോ ഇതിൻ്റെ തൊലി നമ്മുടെ വയറ്റി പോയി കഴിഞ്ഞാൽ. പിന്നെ എല്ലാം നന്നായിട്ട് വയറ്റി മുരിങ്ങയ്ക്കും ഇട്ട് നന്നായിട്ട് വയറ്റിയിട്ട് അതിനകത്ത് കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാലയും കൂട്ട് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് പച്ചമണം മറമ്പ് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് അടച്ച് വെച്ച് വേവിക്കണം കേട്ടോ. പിന്നെ ഇനിയുണ്ട് പരിപാടി. പിന്നെ ആണെങ്കിൽ മീൻ വറക്കാൻ കൊണ്ട് അതെല്ലാം ഞാൻ അങ്ങ് എടുത്ത് വെച്ചു. പിന്നെ പയർ വെച്ചൊരു വെഴുക്കുരട്ടി അങ്ങ് വെക്കാമെന്ന് ചോദിച്ചു കേട്ടോ. അച്ചിങ്ങ പയറാണ് കിട്ടിയത്. അപ്പോൾ വേണ്ട ഈ പയറങ്ങ് വെഴുക്കുരട്ടി വെക്കാനുള്ളതെല്ലാം അടച്ചും വെച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ മുരിങ്ങയ്ക്കുണ്ടല്ല നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്ത് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കണം. തേങ്ങാപ്പാലിന് വേണ്ടി തേങ്ങയെല്ലാം തിരുമ്മി തേങ്ങാപ്പാലും അങ്ങ് ഒഴിച്ചു കേട്ടോ. എന്നിട്ട് കടുകും കൂടെ വറുത്ത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി കേട്ടോ. കടുക് വറുത്ത് നല്ല ടേസ്റ്റാണ് ഈ മുരിങ്ങയ്ക്ക് കറി കൂട്ടി പപ്പടമൊക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടി. പിന്നെ മീൻ വറുത്തിയും നമ്മുടെ പയർ വെഴുക്കുരട്ടിയും നമ്മുടെ മുരിങ്ങയ്ക്ക് കറി ഇന്നലത്തെ കുറച്ച് മീൻ കറി ഇരിപ്പുണ്ട്. ഇതെല്ലാം കൂട്ടി ഞാൻ കഴിച്ചു കേട്ടോ.